ബിഗ് ബോസ് പോയിട്ട് എങ്ങനെയായിരിക്കും? മോറോസ് നിക്കോ? ആളിപ്പോ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിരിക്കുന്ന ആളാണ്. എറണാകുളം 2 ടൈറ്റിൽ അടിച്ചോളാം. പിന്നെ പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞ പുള്ളി നിർബന്ധിച്ച് കയറ്റി ഒരു പുഷും തന്നു, ആ പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടിയത് കൊണ്ട് വിൻ ചെയ്യാൻ പറ്റിയല്ലേ? ഗോൾഡ് വന്നു, 2 ടൈറ്റിൽ അടിച്ചു. അതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു 1 kg ഡംബിൾ തന്നെ എടുക്കുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽറ്റി പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 5, 7.5 ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മിലാണ്. ജിൻഡോ മാഷ് അകത്ത് തന്നെ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റുഡൻസിന്റെ ട്രെയിനിങ്ങും നടക്കുന്നുണ്ട്. നമുക്ക് ജിൻഡോ മാഷിനെയും സ്റ്റുഡൻസിനെയും കണ്ട് ഇവിടുത്തെ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയാം. ആളിപ്പോ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിരിക്കുന്ന ആളാണ്. എറണാകുളം 2 ടൈറ്റിൽ അടിച്ചോളാം. അപ്പൊ ഇവിടെ എത്ര നാളായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്? ഇതിപ്പോ ഒരു ജസ്റ്റ് സത്യം പറഞ്ഞാൽ 1 മാസമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ആളിപ്പോൾ മെഡൽ അടിച്ചത്, 2 ടൈറ്റിൽ അടിച്ച്. അടുത്ത ഏതെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? മിസ് കേരള, മിസ് വേൾഡ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കോമ്പറ്റീഷൻ വിൻ ചെയ്തതെന്ന് പറഞ്ഞു. സോ ആ കോമ്പറ്റീഷനെ പറ്റിയും ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മിസ് കോട്ടയം ചെയ്തിട്ടുണ്ട്, മിസ് കേരള ചെയ്തിട്ടുണ്ട്, മിസ് സൗത്ത് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ്. ഒരിക്കലും ഫസ്റ്റ് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നേരത്തെ ട്രെയിനർ അലീന, ഞങ്ങൾ +1 തൊട്ട് ഒരുമിച്ച് അടിക്കണേ. അങ്ങനെ ഇവിടെ വന്നെ. പിന്നെ പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണില്ല പോവാന്ന്. പുള്ളി നിർബന്ധിച്ച് കയറ്റി ചെയ്ത്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, 2നും വന്ന്. ഒരു പുഷും തന്നു, ആ പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടിയത് കൊണ്ട് വിൻ ചെയ്യാൻ പറ്റിയല്ലേ? ഗോൾഡ് വന്നു, 2 ടൈറ്റിൽ അടിച്ചു. അതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. സപ്പോർട്ട് ചെയ്തോണ്ടാണ്. അടുത്ത ഇനി പ്രിപ്പയർ ചെയ്യുന്നത് ഏതിനു വേണ്ടിയിട്ട്? മിസ് കേരളയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. 9ഉം 10ഉം കണ്ടത് തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പം അതിന്റെ ട്രെയിനിങ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കുന്നില്ലേ? സോ ഇതിന്റെ ഫുഡ് ഇൻടേക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എനിക്കിങ്ങനെ ഡയറ്റ് ഒന്നും ഇല്ല. ഞാൻ സ്വിമ്മറായിരുന്നു, അതിനും അത്ലറ്റിക്സ് ആണ് ചെയ്തത്. അപ്പോൾ ഫിസിക് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന് കുറച്ചുകൂടെ വെയിറ്റ് ഒക്കെ ഇട്ടടിച്ച് കുറച്ചുകൂടെ ബിൽഡ് ആയിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, എന്താ പേര്? കൃപ. ഓക്കെ, ഇവിടെ ജിമ്മിൽ എത്ര നാളായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു 4 to 5 months ആയി. 4 to 5 months ആയി. അപ്പോൾ വർക്ക്ഔട്ടിന് ശേഷം ബോഡിയിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്? നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഒരു 3 months ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന ശേഷം എന്താണ്, നമുക്കിവിടെ ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് മെയിനായിട്ടും വന്ന് ചേഞ്ച് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബോഡി സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊരു 1 kg ഡംബിൾ തന്നെ എടുക്കുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽറ്റി പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 5, 7.5 ഒക്കെ എത്തിയിട്ടുണ്ട്. ബിഗിനിങ് മുതൽ തന്നെ ആ ഒരു കറക്റ്റ് ഒരു പ്രോഗ്രഷൻ വരുന്നുണ്ട്. പുള്ളി വലിക്കില്ലേ സാധാരണ അടിച്ചോ? സാധാരണ ലാറ്റ് പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിക്കാന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ കൊണ്ട് വലിക്കുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടല്ല വലിക്കണ്ടേ. നമ്മുടെ ഇത് ഡമ്മിയാണ്. ഈ മുട്ടയുടെ ഈ ഭാഗം കൊണ്ട് വലിക്കണം. പ്രഷർ ഇവിടെ കൊടുക്കണം. പ്രഷർ അവിടെ കൊടുത്തേക്ക് വേണ്ട. ശരിക്കും ഇതാണ് കറക്റ്റ്. അപ്പോഴാണ് കിട്ടുക നമുക്ക്. ഇതാണ് സാധാരണ ആൾക്കാർ ഇവിടെ പിടിച്ച് വലിക്കുക ചെയ്യുക. ശരിക്കും ഇതാണ് വലിക്കല്ലേ. ഈ മുട്ടയാണ് വലിക്കേണ്ടത്. വേണ്ട, അപ്പോഴാണ് ഫീൽ ചെയ്യുക. അവിടെ ഇതെല്ലാം വലിക്കല്ലേ. നോർമലി ഇവർക്കുള്ള റുട്ടീൻ എന്തൊക്കെയാണ്? ഇവർ വെയിറ്റ് എടുക്കുന്നതിൻ്റെയും ഇവർക്കുള്ള ഫുഡ് ഹാബിറ്റും ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് നമുക്ക് ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ കണ്ടീഷൻ അല്ല. അതായത് ഒരേ കണ്ടീഷനിൽ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ട്രെയിനറുടെ ആവശ്യമില്ലെന്ന് കേട്ടോ. മനസ്സിലായോ?
ഇതെല്ലാം കണ്ട ഈ മുട്ടിൻ്റെ ഭാഗം കൊണ്ട് നമ്മൾ വലിക്കട്ടെ. നമ്മൾ ഇവിടെ കൊണ്ടല്ല, ഈ മുട്ട് കൊണ്ട് വലിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ബ്രീത്ത് ആണെങ്കിൽ നമ്മൾ ഔട്ട് ചെയ്യണം നല്ലത്. ഇങ്ങനെ ലേഡീസിന് പ്രത്യേകം. നമ്മൾ കാർഡിയോ ശരിക്കും ചെയ്യുകയാണെങ്കിലോ നമ്മൾ ട്രെഡ്മില്ല് ചെയ്യണതിലും കൂടുതൽ ഭയങ്കര എഫക്റ്റ് കിട്ടുന്ന സാധനം യൂട്യൂബ് ഫാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടും. ഇത് ഒരുപാട് സമയം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യുന്നവർ ചെയ്താൽ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന സാധനം ഓൾ ബോഡി. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെ ബാക്കാണ് ലോഡ് കൊടുക്കാനുണ്ട് മിഷത്തിൻ്റെ. അങ്ങനെ ഈ മിഷത്തിൻ്റെ പ്രത്യേകത സാധാരണ കൂടുതൽ ഫ്രണ്ട് ഉണ്ടാവും, അതിന് ബാക്കിലേക്ക് ലോഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹിപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. സോ ബോഡി ക്രാഫ്റ്റിൽ എത്ര നാളായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്? കുറച്ച് ഡേയ്സ് ആയിട്ടുള്ളൂ. ഓക്കെ. ഞാൻ ആക്ച്വലി കൊല്ലത്ത് നിന്നാണ്. ബോഡി സെറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്ന് കുറച്ച്. ഇതിനു വേണ്ടി മാത്രം, ഈ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്? ഓക്കെ. സോ അതിനുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? ഒത്തിരി കേട്ട് ജിൻഡോ മാഷ് പൊളിയാണെന്നൊക്കെ, അതുകൊണ്ടാണ് വന്നത്. ജിൻഡോ മാഷിൻ്റെ ഒരു സപ്പോർട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? അടിപൊളി സപ്പോർട്ടാ. അടിപൊളിയാണ്. സോ ഈ ഒരു വർക്കൗട്ട്, ഡയറ്റിങ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. സോ നല്ല വിൽ പവർ ഉള്ള ആൾ തന്നെയാണ്. സോ നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സെറ്റായിട്ട് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ ബോഡി ക്രാഫ്റ്റിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4 to 5 months ആയിരുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷം ബോഡിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആൻഡ് ഒരു ജിം എക്സ്പീരിയൻസ് തന്നെ എങ്ങനെയുണ്ട്? ആക്ച്വലി ബോഡിയിൽ വന്ന ചേഞ്ചസ് എന്നെക്കാട്ടിൽ കുറച്ചുകൂടി ബാക്കി കാണുന്നവർക്കായിരിക്കുമല്ലോ പറയാനായിട്ട് പറ്റുക. പക്ഷെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ചേഞ്ച്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ജിൻഡോ മാഷ് ഉണ്ടായിരുന്നപ്പോൾ ആ ടൈമിൽ നമ്മളൊരു ഇത്രയൊരു ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ. പക്ഷെ നല്ല ഒരു റിസൾട്ടാണ്. പിന്നെ അവരുടെ ആ ഒരു പ്രോപ്പർ ട്രെയിനിങ്, അത് ഡെഫിനറ്റ്ലി ആ റിസൾട്ടിൻ്റെ ഒരു പാർട്ടാണ്. ഓഫ് കോഴ്സ് ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയാണ്? ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് ഒരു 1 month ഒരു പിന്നെ പേഴ്സണൽ ട്രെയിനിങ് പോയിട്ട് എടുത്തിരുന്നു. പിന്നെ നമ്മൾ ബേസിക്കലി പിന്നെ നമ്മുടെ ഡൗട്ട്സ് പിന്നെ ഡെയിലി റൂട്ടീനിലായാലും ഇവർ ഹെൽപ്പ് ചെയ്യും. ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ വൺസ് ഇൻ എ വൈൽ നമ്മുടെ മെയിൻ ആശയം തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ ഹെൽപ്പായിരുന്നു. അങ്ങനെയാണ് പതുക്കെ നമ്മൾ പിക്കപ്പ് ചെയ്തത്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഈ ഒരു റിസൾട്ട് ഇത്ര പെട്ടെന്ന് നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് കൊള്ളാം. ആരെങ്കിലും റെഫർ ചെയ്തോ ഇങ്ങോട്ട്? റെഫർ എനിക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഇത് കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ. എന്തായാലും കണ്ടിന്യൂ ചെയ്യല്ലേ ഇവിടെ തന്നെ? ഷുവർ, ഡെഫിനറ്റ്ലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.